നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചതാണോ ടി റിനി എന്ന് പറയുന്ന ചോദ്യം ഇപ്പോൾ വലിയ രീതിയിൽ പ്രസക്തമാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന പല സർക്കാരുകളെയും വീഴ്ത്താൻ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തലിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ റിനിയുടെ കോൺഗ്രസ് സത്യപ്രതിജ്ഞ സമയത്തുള്ള ഒരു സാന്നിധ്യത്തെക്കുറിച്ച് വിലയിരുത്തുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ അതിരൂക്ഷ വിമർശനങ്ങൾക്ക് കൂടെ വഴിവെക്കുകയാണ് റിനിയുടെ ഈ ഒരു സാന്നിധ്യം. അതായത് തിരഞ്ഞെടുപ്പ് ആഘോഷവേളയിൽ പോലും കമ്മ്യൂണിസത്തിനൊപ്പം LDFിനൊപ്പം നിന്ന റിനി ഇപ്പോൾ തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് VD സതീശൻ അധികാരമേൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലും പുറത്തു നിർത്തുന്ന വേദിയിലേക്ക് റിനി കടന്നു ചെല്ലുമ്പോൾ അത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും റിനി ആൻഡ് ജോർജിനെ അധിക്ഷേപിച്ച യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഇട്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: ഇന്നലെ തൊട്ട് റിനി ആൻഡ് ജോർജും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും രണ്ട് വശത്തായി നിന്ന് വെല്ലുവിളിക്കുന്നുണ്ട്. റിനി ഇന്ന് പറയുകയാണ് റിനി ദൃക്സാക്ഷികളെ നശിപ്പിക്കാൻ വന്ന അവതാരമാണെന്ന്. അവതാരമല്ല, അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വിളിക്കേണ്ടി വരും എന്നുള്ളതാണ്. പിന്നെ ശത്രുക്കളെ നിഗ്രഹിക്കലല്ല, ഈ പ്രസ്ഥാനത്തെ സംഹരിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരള മുഖ്യമന്ത്രി VD സതീശനെ പ്രകീർത്തിച്ച നിങ്ങൾ പിണറായി വിജയന് വേണ്ടിയും അത് ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ പറവൂരിലെ ഇടത് സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്റർക്കൊപ്പം നിന്നതും ശൈലജ ടീച്ചർക്കൊപ്പം വേദി പങ്കിട്ടതും. റിനി ഇടയ്ക്കൊക്കെ പറയുന്നത് താൻ കോൺഗ്രസ് ആണെന്നാണ്. എന്നാൽ VD സതീഷിനെതിരെ മത്സരിച്ച LDF സ്ഥാനാർത്ഥി ടൈസൺ മാസ്റ്ററുടെ ഇലക്ഷൻ പ്രചാരണം കൊഴുപ്പിക്കാൻ പോയ നിങ്ങൾ എങ്ങനെയാണ് കോൺഗ്രസ് ആകുന്നത്? നിങ്ങളല്ലേ കോൺഗ്രസ് പാർട്ടിക്കെതിരെ മത്സരിച്ച CPM നേതാവ് KJ ഷൈൻ ടീച്ചർക്കൊപ്പം പറവൂരിൽ വേദി പങ്കിട്ടത്? എല്ലാ നാട്ടിലും കാണാൻ ചില പ്രാഞ്ചിയേട്ടന്മാർ, സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധമുണ്ടെന്ന് കാണിക്കാൻ ചില അല്പത്തരങ്ങൾ ചെയ്യുന്നവർ. നിങ്ങൾ അങ്ങനെ ഒരു പ്രാഞ്ചിയ അമ്മായിയാണ്, അതിനപ്പുറമൊന്നുമില്ല. ഒരു സിനിമയുടെ ഏതോ ഒരു കോണിൽ എങ്ങനെയോ വന്നു പെട്ടപ്പോൾ മുതൽ ഞാൻ ശോഭയുടെ പിൻഗാമിയാണ് എന്നൊക്കെ സ്വയം അങ്ങ് തോന്നിപ്പോകുന്നത് മലയാളികൾ അംഗീകരിക്കും എന്ന് തോന്നിയിട്ടാണോ? അങ്ങനെയെങ്കിൽ തെറ്റി എന്ന തരത്തിലാണ് അദ്ദേഹം എഴുതി വെക്കുന്നത്. ആ മിഥ്യാധാരണയൊന്നും വച്ച് ഞാൻ ആണ് അവതാരമെന്നും ഞാൻ മഹിഷാസുര മർദിനിയുടെ പിൻഗാമിയാണ് എന്നുമൊക്കെ സ്വയം പുകഴ്ത്തി അഹങ്കരിച്ചാൽ അതൊന്നും നാട്ടിൽ വില പോകില്ല. സാക്ഷാൽ പിണറായി വീണതിൻ്റെ ചൂട് ചോർന്നിട്ടില്ല, പിന്നെയാണ് റിനിയെ പോലൊരു പ്രാഞ്ചി അമ്മായി എന്നുള്ളതാണ് ഇപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റ്. എന്തായാലും VD സതീശനെ തോൽപ്പിക്കാൻ സഖാക്കൾക്കൊപ്പം തെരുവിലിറങ്ങിയ ഇവളാണ് സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ എൻ്റെ സ്വപ്നം പൂവണിഞ്ഞു, കേരളം ഇനി എൻ്റെ പത്മനാഭൻ ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുന്നത്. ഡബിൾ ഡാഡി സിൻഡ്രം ആണ് എന്ന് പറഞ്ഞാൽ പോരാ, എ ലോട്ട് ഓഫ് ഡാഡി സിൻഡ്രം എന്ന് പറയണം എന്നുള്ള ആക്ഷേപങ്ങളുമൊക്കെ ആയിട്ട് ഈ വിഷയത്തിൽ നിരവധി ആളുകൾ സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു കമൻറ്റ് എന്ന് പറയുന്നത്, കൂടുതൽ പറയേണ്ട, രാഹുലിനെ പോലെ ഒന്ന് ഇരുത്തിക്കളയും ഇവറ്റകളെ പോലെ ഉള്ളവർ എന്ന രീതിയിൽ, പെണ്ണൊരുമ്പട്ടാൽ എന്നുള്ള രീതിയിൽ പേടിച്ചു നിൽക്കുകയാണ് എന്ന തരത്തിലും ചില ആളുകൾ പ്രതികരിക്കുന്നു. അതേസമയം ഇദ്ദേഹം തന്നെ നേരത്തെ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതായത് റിനിയുടെ സാന്നിധ്യം സംശയാസ്പദമാണ് എന്ന തരത്തിൽ ഒരു പോസ്റ്റായിരുന്നു കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നത്. ആ പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കൾക്ക് വേണ്ടിയാണ് ഇന്നലെ സത്യപ്രതിജ്ഞ നടന്ന സമയത്ത് കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളും നമ്മുടെ സഹപ്രവർത്തകരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഒരുപാട് സമരങ്ങളുടെ ചെറുത്തുനിൽപ്പുകളുടെയും ഫലമായിട്ടുള്ള സന്തോഷ നിമിഷമായിരുന്നു അത്. നമ്മുടെ എത്ര സഹപ്രവർത്തകരാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് തെരുവിൽ കിടന്നത്? എത്ര സഹപ്രവർത്തകരാണ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്? അത് മഹിളാ പ്രവർത്തകരും ഉണ്ടായിരുന്ന ഒരു പോരാട്ടം തന്നെയായിരുന്നു. അവരിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. പന്തൽ 25,000 പേരെ ഉൾക്കൊള്ളാൻ മാത്രം ശേഷിയുള്ളതായിരുന്നിട്ട് പോലും 2.5 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവിടെ വന്ന എല്ലാവർക്കും അറിയാമായിരുന്ന അകത്ത് കയറാൻ പറ്റില്ല എന്നുള്ള കാര്യം. കയറാൻ കഴിയാതെ ഒരുപാട് സഹപ്രവർത്തകർ പുറത്ത് നിന്നു. നമുക്കാർക്കും പരാതിയില്ല, കാരണം നമുക്ക് അവിടെ ഒന്ന് എത്തിയാൽ മാത്രം
മാത്രം മതിയായിരുന്നു. നമ്മുടെ മനസ്സിൽ കണ്ടോളാം VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന കാര്യം. അത്രയധികം നമ്മൾ കാണാൻ കാത്തിരുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ പല സഹപ്രവർത്തകർക്കും ഒന്നാം പന്തലിരിപ്പിടത്തിലേക്ക് പോലും എത്താനോ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയാതിരുന്നപ്പോൾ എങ്ങനെയാണ് VIP പാസ് നേടി റെനി ആൻഡ് ജോർജിനൊപ്പം ഈ പാർട്ടിക്കാർക്കെതിരെ സംസാരിക്കുകയും പാർട്ടിക്ക് ഇത്രമാത്രം പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്ത ഒരാൾ അകത്ത് കയറിക്കൂടിയത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. കേരളത്തിൽ എങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും നടന്ന ജ്യോതി വിജയകുമാറിനെ പോലെയുള്ള ആളെ പോലും പോലീസ് തടയുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ റെനി ആൻഡ് ജോർജിനെ ആരും തടഞ്ഞില്ല. അവർ വേദിയിൽ വരെ എത്തുകയും ചെയ്തു. അതീവ സുരക്ഷയുള്ള തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തു. വിജയിച്ചു വന്ന UDFന്റെ MLA-മാരിൽ പലർക്കും ഇന്നലെ വേദിയിൽ എത്താൻ സാധിച്ചിരുന്നില്ല. ഇത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അറിഞ്ഞു ചെയ്തതാണെന്ന് കരുതുന്നില്ല. പക്ഷേ എങ്കിലും ഓഫീസിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഒപ്പിച്ച ഈ പാസ് അത് ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ്. ആ ആളിനോട് ആ ആളുകൾക്ക് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമാണ് തനിക്ക് പറയാനുള്ളത്. ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം. ഇത്തരം ആളുകൾ ഓഫീസുകളിലേക്ക് കടന്നു കയറിയതിന്റെ ഫലമാണ് കോൺഗ്രസ് നന്നായി അറിഞ്ഞത്. സ്വപ്നയും സരിതയും കയറിയതിന്റെ ഫലം 2 മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചതും നമുക്ക് അറിയാവുന്നതാണ്. നീതിമാനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ മറന്നിട്ടില്ല. ഇത്തരം അവതാരങ്ങൾ അധികാരമുള്ളപ്പോഴൊക്കെ വരുന്നതും പതിവ്. ഇവളാണ് പറവൂരിൽ ശ്രീ VD സതീശനെതിരെ സംഘടിപ്പിച്ച സ്ത്രീകളുടെ യോഗത്തിൽ ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഷൈൻ ടീച്ചറോടൊപ്പം പങ്കെടുത്തത്. അന്ന് അവൾ കോൺഗ്രസ് വിരുദ്ധ വേദിയിലായിരുന്നു. കോൺഗ്രസിനെ കളിയാക്കിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതും നമ്മൾ അന്ന് കണ്ടതാണ്. എന്നിട്ടും ഇവളെ പോലുള്ള ആളുകളെ എന്റർടൈൻ ചെയ്യുന്നത് ഏതെങ്കിലും ഓഫീസിലെ ജീവനക്കാരാണ് എങ്കിൽ അവരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ സർക്കാർ. ഞങ്ങൾ തെരുവിൽ സമരം ചെയ്തുണ്ടാക്കിയെടുത്തതാണ് ഈ സർക്കാർ. ഈ സർക്കാരിനെ തകർക്കാനുള്ള ഇത്തരം അവതാരങ്ങളുടെ ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല, അംഗീകരിക്കില്ല. മുഖ്യമന്ത്രി VD സതീശന്റെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ റെനിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം ആരോപണങ്ങളിൽ അധിക്ഷേപങ്ങളിൽ മറുപടിയുമായിട്ട് നടി തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. തനിക്കെതിരായി സാമൂഹിക മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങൾക്കെതിരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലായിരുന്നു നടിയുടെ മറുപടി. താൻ ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം തന്നെയാണെന്നുള്ള പരിഹാസങ്ങളായിരുന്നു മറുപടിയായിരുന്നു റെനിയുടേതും. ഒരു പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പോലെയുള്ള പാവനമായിട്ടുള്ള ചടങ്ങിൽ ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ടും കൂവി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും രക്തം തിളയ്ക്കാത്ത പലർക്കും രേവന്ത് റെഡ്ഡിയുമായി ഒരു ഫോട്ടോ എടുത്ത് എന്ന് കണ്ടപ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ സന്തോഷം. ഇങ്ങനെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം. മാതൃക രാഷ്ട്രീയ പ്രവർത്തകർ. എന്നെ ആ അവതാരം എന്ന് വിളിച്ച് കളിയാക്കുന്നവർക്കായി അതേ ഞാൻ അവതാരം തന്നെയാണ് എന്ന് മറുപടി. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം എന്നതായിരുന്നു റെനി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. റെനിക്കെതിരെ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വിജിൻ മോഹൻ ഉൾപ്പെടെയുള്ളവരാണ് ഇത്തരത്തിൽ രംഗത്തുള്ളത്. സാധാരണ പ്രവർത്തകർക്ക് സത്യപ്രതിജ്ഞ നടക്കുന്ന വേദിയിൽ പോലും പ്രവേശനം ലഭിക്കാതിരുന്ന സമയത്ത് പാർട്ടിക്കെതിരെ സംസാരിക്കുകയും പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്ത റെനി ആൻഡ് ജോർജിന് വേണ്ടി മാത്രം VIP പാസിൽ എന്ന രീതിയിൽ കയറിക്കൂടിയതിന്റെ ഉദ്ദേശശുദ്ധി എന്നതായിരുന്നു അദ്ദേഹം ഉന്നയിച്ച ചോദ്യം. ഏതെങ്കിലും ഓഫീസിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആരും ഒപ്പിച്ചു കൊടുത്ത പാസ്സായിരിക്കും എന്നുള്ള വിമർശനവും ആക്ഷേപവും അദ്ദേഹം ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇത് വലിയ രീതിയിലാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ആരോപണം ഉന്നയിച്ച നടി റെനി ആൻഡ് ജോർജ് CPM വേദിയിലെത്തിയത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായത്. ഈ സംഭവത്തിൽ വിശദീകരണവുമായിട്ടും റെനി രംഗത്തെത്തിയിരുന്നു. സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംഘടിപ്പിച്ച പരിപാടിയിലാണ് താൻ പങ്കെടുത്തത്. തന്റെ സ്ത്രീപക്ഷ രാഷ്ട്രീയമാണ് താൻ അവിടെ സംസാരിച്ചത് എന്നായിരുന്നു റെനിയുടെ മറുപടി.